മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം തുടരാൻ അനുവദിക്കണമെന്ന സർക്കാരിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചു. ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഇടക്കാല ഉത്തരവ്. കമ്മീഷൻ നിയമനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെയുള്ള സർക്കാർ അപ്പീൽ ജൂണിൽ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കും. രാഗിനും വിഷ്ണുപ്രകാശും ചേരുന്നുണ്ട്. രാഗിൻ, വിഷ്ണു, ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബി ബാലഗോപാൽ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. അതായത് സുപ്രീം കോടതിയിൽ വഖഫ് ബില്ലിനെതിരായ നിയമ പോരാട്ടത്തിലും മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്ന മുനമ്പത്ത് നിന്ന് കുടിയൊഴിപ്പിക്കരുത് എന്നൊരു കാര്യം നിയമപ്രകാരം തന്നെ അത് കോടതിയെ അറിയിക്കുകയാണ്. എങ്ങനെയാണ് മുനമ്പത്തുകാരുടെ ഒരു പ്രതികരണം? ഇപ്പോൾ വഖഫ് ബിൽ നിയമമായതിന്റെ ആഹ്ലാദം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ സർക്കാർ ശ്രമിച്ച ഒരു കമ്മീഷനെ വീണ്ടും പ്രവർത്തനം തുടരാൻ അനുവദിക്കുന്നു എന്ന കോടതി നിർദ്ദേശവും. എങ്ങനെയാണ് മുനമ്പത്തുകാരുടെ പ്രതികരണങ്ങൾ ഈ വിഷയങ്ങളിൽ? 177-ാം ദിവസത്തിലോട്ട് ആയിരിക്കുകയാണ്. അതിനിടയിലാണ് നമ്മൾ ഹൈക്കോടതിയുടെ ഒരു പ്രധാനമായിട്ടൊരു വിധി വന്നിരിക്കുന്നത്. ഡിവിഷൻ ബെഞ്ചിൽ നേരത്തെ സിംഗിൾ ബെഞ്ച് ഈ മുൻപം കമ്മീഷന്റെ പ്രവർത്തനം റദ്ദാക്കിക്കൊണ്ടുള്ള ആ ഒരു ഉത്തരവിന് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ എങ്ങനെയാണ് ഉത്തരവ് വന്നിരിക്കുന്നത് കാണുന്നത്? ഡിവിഷൻ ബെഞ്ച് കമ്മീഷൻ തുടരാനുള്ള ഉത്തരവ് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ഈ കമ്മീഷൻ ആഗ്രഹിച്ചവരല്ല, ഞങ്ങൾ എതിർത്തവരാണ്. കാരണം ഞങ്ങൾക്ക് ഈ കാലങ്ങൾ നീണ്ടുപോണതിനുകൊണ്ടാണ്. കമ്മീഷന് ഞങ്ങൾക്ക് വിരോധമില്ല, പക്ഷേ ഞങ്ങളുടെ കാര്യങ്ങൾ നീണ്ടുപോണ്. അപ്പോൾ ഇന്ന് 177 ദിവസമായി ഞങ്ങളിവിടെ ഇരിക്കണം. ഞങ്ങൾക്ക് ഒരു വഖഫ് എന്ന ബില്ലിൻ്റെ നിയമ ഭേദഗതി ഞങ്ങൾക്ക് സാധിച്ചു കിട്ടി. അത് മോദിജി ഗവൺമെൻറ് ഞങ്ങൾക്ക് ചെയ്തു തന്നു. ഞങ്ങൾ നന്ദിയുള്ളവരാണ് അതിന്. പക്ഷേ ഇനിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് കോടതി വഴിയും ഇവിടെ കേരള ഗവൺമെൻറ്റുമാണ്. കേരള ഗവൺമെൻറ് ഞങ്ങൾക്ക് എതിരായി വഖഫ് ബില്ലിന് എതിരായി കൈവക്കണമെന്ന് പറഞ്ഞ ആളാണ്. ഞങ്ങൾ അവരെ വിശ്വസിക്കണില്ല. റിപ്പോർട്ട് സമർപ്പിക്കേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. റിപ്പോർട്ട് സമർപ്പിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കോടതി ചെയ്യേണ്ടത് ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ എത്രയും വേഗം സാധിപ്പിച്ചാലാണ്. ഞങ്ങൾ പണം കൊടുത്ത് മേടിച്ച ഭൂമി 36 വർഷങ്ങൾ ഞങ്ങൾക്ക് റവന്യൂ അവകാശത്തോടുകൂടി സകല കാര്യങ്ങളും ചെയ്തിരുന്നു ഭൂമിക്കാണ് ഇന്ന് തടസ്സം വന്നേക്കുന്നത്. ഞങ്ങളുടെ മക്കൾക്ക് പഠിക്കാൻ പറ്റണില്ല, മക്കളെ വിവാഹം കഴിക്കാൻ പറ്റണില്ല, അവർക്ക് വിവാഹം കഴിച്ച് കൊണ്ടുവരാൻ പറ്റണില്ല, ഞങ്ങളുടെ ഭവനങ്ങൾ പണി തീർക്കാൻ പറ്റണില്ല. ഈ ഭൂമി കുറേശ്ശെ വിറ്റും ഭൂമി പണയപ്പെടുത്തിയാണ് ഞങ്ങൾ ഈ ചെറ്റ കുടിലുകൾ മാറ്റി ഒരു അടച്ചുറപ്പുള്ള ഒരു ഭവനം ഉണ്ടാക്കിയേക്കണത്. അത് പണി തീർക്കാൻ പറ്റാത്ത അവസ്ഥ. ഭവനങ്ങൾ പണിയാനും വെക്കാനും ഉള്ള കാര്യങ്ങളുണ്ട്. ഈ മുസ്ലിം ലീഗ് ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട് സുപ്രീം കോടതിയിൽ. അതിലും അവർ പറഞ്ഞിരിക്കുന്ന ആവശ്യം നിങ്ങളെ കുടിയൊഴിപ്പിക്കാതെ തന്നെ ഈ പ്രശ്നം പരിഹരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ കുടിയൊഴിപ്പിക്കരുതെന്ന് തന്നെയാണ് അവരുടെ ഒരു നിലപാട്, മുസ്ലിം ലീഗിന്റെ. ഞങ്ങൾ കുടിയന്മാരല്ല, നിങ്ങൾ ഇവിടെ തന്നെ നിർത്തണം, അതായത് നിങ്ങൾ ഒഴിപ്പിച്ച് വിടരുതെന്നുള്ളതാണ്. പക്ഷേ ഞങ്ങള് കുടിയന്മാരല്ല. മുസ്ലിം സഹോദരങ്ങൾ ആലോചിക്കേണ്ടത് ഞങ്ങൾ കുടിയന്മാരല്ല. സിദ്ദിഖാസായിട്ട് ഫറൂഖ് കോളേജിന് ഇഷ്ടദാനം കൊടുത്ത് അവരായിട്ട് അത് നശിച്ചു പോയതാണ് കടലെടുത്ത്. പക്ഷെ കടലിൽ വെച്ച ഭൂമിക്ക് അവരവകാശപ്പെട്ട് ഞങ്ങൾ കേസ് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു പൂക്കോടി പോലും ഇവിടെ ഇല്ലാഞ്ഞ സ്ഥാനത്ത് കടലേറി ഒഴുകിയിരുന്ന സ്ഥാനത്ത് ആരും അവകാശികളുണ്ടായില്ല. ഞങ്ങൾക്ക് ഇവിടെ എല്ലാവിധ സജ്ജീകരണങ്ങളും കറണ്ട് വന്ന് സിവാൾ വന്ന് കടലിൽ കയറാതെയായി എല്ലാ സൗകര്യങ്ങളും വന്നതിന് ശേഷമാണ് ഈ വക്കപ്പെന്ന ഈ മുസ്ലിം ലീഗുകാർ ഞങ്ങളുടെ മേലിൽ കടന്നേറി. അവർ പറയുന്നത് നിങ്ങളെ ഒഴിപ്പിക്കരുത്, നിങ്ങളുടെ ഭൂമിയാണ്, അതിൽ നിങ്ങളിവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഒരു പരിഹാരം വേണമെന്നുള്ള തരത്തിലാണ്. അവരങ്ങനെ ഒരു മനസ്സാക്ഷി ചെയ്യുമെങ്കിൽ അത് ചെയ്യട്ടെ. അവർക്കൊരു നീതിയില്ലേ? ഇന്ന് ഞങ്ങൾ നീതി നിഷേധിക്കപ്പെട്ടവരായിട്ടാണ് ഇവിടെ ഇരിക്കണം. കാരണം എന്ന് വെച്ചാൽ ഈ ഇന്ത്യ രാജ്യത്തൊരു നിയമമുണ്ട്, നീതിയുണ്ട്. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളത് അതുപോലെ നിഷേധിക്കപ്പെട്ടവരായി തടവറയിൽ കിടക്കണവരായിട്ടാണ് ഞങ്ങൾക്കുള്ള ഭരിക്കണ ഗവൺമെൻറ്റും പ്രതിപക്ഷവും ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഇനി കോടതി ഞങ്ങൾക്ക് വേണ്ടി ചെയ്തെങ്കിലാണ്. മുമ്പിൽ ഒരുപാട് സാധ്യതകളുണ്ട്. അതായത് ഇപ്പോൾ വഖഫ് നിയമ ഭേദഗതി ബില്ല് വരുന്നു, അതുപോലെ തന്നെ റിപ്പോർട്ട് ഇപ്പോൾ ഈ ജുഡീഷ്യൽ കമ്മീഷൻ നിയമിച്ചിരിക്കുന്ന അങ്ങനെ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ഒരു അവസരം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ പ്രതീക്ഷ വരുന്നത്? ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അദ്ദേഹം ഇവിടെ വന്ന് കണ്ട് ഞങ്ങളുടെ അവസ്ഥയൊക്കെ കണ്ട് ഞങ്ങളുടെ ആധാരങ്ങളൊക്കെ പരിശോധിച്ചാണ്. ഇനി താമസം വരുത്താതെ അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി ആ റിപ്പോർട്ട് സമർപ്പിക്കുക. കോടതി ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഞങ്ങളുടെ സങ്കടങ്ങൾക്ക് കണ്ണുനീരിന് ഒരു അറുതി വരുത്താം. ഞങ്ങൾ ഈ പ്രായത്ത് ഇവിടെ നിരാകരിക്കേണ്ട വരണതെന്ന് പറയുന്നത് ഞങ്ങളുടെ മക്കൾക്ക് വിലക്ക് പോകണം. അവർ നിരാഹാരം ഇരുന്നവരാണ്. അവരെത്ര ദിവസം നിരാഹാരം ഇരിക്കും? ഞങ്ങൾക്ക് പട്ടിണി പാവങ്ങളല്ലേ. ഞങ്ങൾ
ഇവിടെ പൈസ ഉള്ളവരുണ്ടെങ്കിൽ അത് ഞങ്ങളല്ല. 610 കുടുംബങ്ങൾ ഇന്ന് ദാരിദ്ര്യാവസ്ഥയിൽ ജീവിക്കുന്നവരാണ്. ഈ തൊഴിലെടുത്ത് ജീവിക്കുന്നവരാണ്. ഫിഷിങ്ങൊക്കെ ഇപ്പോൾ മോശമായ അവസ്ഥ. അപ്പം ഞങ്ങൾക്ക് എത്രയും വേഗം ഇതിനൊരു സമാധാനം കോടതി തരുമെന്നുള്ളത് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഏതായാലും ഇവരുടെ സമരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 177 ദിവസമാണ് ആയിട്ടുള്ളത്. ഇവരുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇവരുടെ ഭൂമി, ലാൻഡ് റവന്യൂ അവകാശങ്ങൾ ഇവരുടെ ഭൂമിക്ക് പുനഃസ്ഥാപിച്ച് കൊടുക്കുക അല്ലെങ്കിൽ അത് ലഭിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ആവശ്യമായി പറയുന്നത്. ഏതായാലും ഇന്നിപ്പോൾ ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു ഉത്തരവ് വന്നിരിക്കുന്നു. അവർ അതിനും പറയുന്നത് ഇപ്പോൾ ബാക്കി എല്ലാ നടപടിക്രമങ്ങളും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരുടെ നേതൃത്വത്തിലുള്ള ശരി, വിഷ്ണു, ജുഡീഷ്യൽ നമുക്ക് കമ്മീഷൻ